പരിശുദ്ധമായ റമളാനിന്റെ പാതിരാത്രികൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈമാനോടുകൂടെ പ്രതിഫലം കിട്ടും എന്ന വിശ്വാസത്തോടുകൂടി തറാവീഹ് നിസ്കരിച്ചാൽ, രാത്രിയിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചാൽ, അല്ലാഹു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നേരം ആകാശലോകത്തിൽ നിന്ന് മലക്കുകളെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അതിമഹത്തായ സമയങ്ങളിൽ നമ്മുടെ നാടുകളിലെ കവലകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാടുകളിലെ അങ്ങാടിയിൽ ഫുഡ് സ്ട്രീറ്റുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ, എരിയുള്ളതും പുളിയുള്ളതും പുളിയില്ലാത്തതും എരിയില്ലാത്തതുമായി നമ്മുടെ കമ്പോളങ്ങൾ, നമ്മുടെ അങ്ങാടികൾ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളെ കൊണ്ട് കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ചെന്നെത്തുന്നത് പ്രിയപ്പെട്ട മുസ്ലിം സമൂഹത്തിലുള്ള മനുഷ്യരാണ്. ആ മനുഷ്യർ തനിച്ചാണോ? അല്ല. അവരുടെ കുട്ടികളെ കൂട്ടി, അവരുടെ ഭാര്യമാരെ കൂട്ടി, അവരുടെ ഉമ്മമാരെ കൂട്ടി, കുടുംബങ്ങളെ കൂട്ടി ഇറങ്ങുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, റമളാനല്ലാത്ത സമയങ്ങളിൽ തോന്നിയതുപോലെ നമ്മൾ ജീവിച്ചല്ലോ. പലയിടങ്ങളിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചല്ലോ. പരിശുദ്ധ റമളാനിന്റെ രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിരുന്ന രാത്രിയാണ്. മുൻഗാമികളായ മഹത്തുക്കളെല്ലാം ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് കരഞ്ഞിരുന്ന രാത്രിയാണ്. ഈ പരിശുദ്ധമായ രാത്രിയിൽ പോലും നിന്റെ വീട്ടുകാരെ നിന്റെ വീട്ടിലിരുത്തി നിനക്ക് പള്ളിയിലേക്ക് വന്ന്, അല്ലെങ്കിൽ നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് നല്ല നല്ല കർമ്മങ്ങളിലേക്ക് നിനക്ക് ചെല്ലാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് മോനെ നന്നാകുവാനുള്ളത് എന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് വരേണ്ടതില്ലേ? ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, അല്ലാഹുവിന്റെ മുന്നിൽ ഹിസാബിനെ നേരിടേണ്ട ഒരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ. ആ ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരും സുഹൃതങ്ങളെ കൊണ്ട് കൊയ്തെടുത്ത ഒരു രാത്രി നമ്മൾ മാത്രം അങ്ങാടിയിലൂടെ ചിലവഴിക്കുന്നു. നമ്മൾ മാത്രം ആ രാത്രിയെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ചോദിക്കുന്നത്? അള്ളാഹു റഹ്മത്ത് നൽകാൻ സന്നദ്ധനാണ്, മഗ്ഫിറത്ത് നൽകാൻ സന്നദ്ധനാണ്. വേണ്ടത് നല്ലൊരു ജീവിതമാണ്. ആ ജീവിതത്തെ പരിശുദ്ധമായ റമളാനിൽ പോലും അങ്ങാടിയിലൂടെ കൊണ്ടുപോയി ഇറക്കിക്കൊണ്ട് നമ്മൾ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ, ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മാറേണ്ടതുണ്ട്. എല്ലാ മാസത്തെയും പോലെയാണ് റമളാനെങ്കിൽ പിന്നെ എന്താണ് റമളാനിന് പ്രത്യേകത? എല്ലാ മാസത്തെയും പോലെയാണ് റമളാനിന് നമ്മൾ ജീവിക്കുന്നെങ്കിൽ പിന്നെ എവിടെയാണ് നമ്മൾ റമളാന് കൊണ്ട് ജീവിക്കുന്നത്? എല്ലാ മാസത്തിലും വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ റമളാനിൽ പള്ളിയിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ മാസത്തെയും പോലെയല്ല നമ്മൾ പരിശുദ്ധമായ റമളാൻ മാസത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്.